ഇന്ദുകുട്ടി, യുനോ എനിക്ക് ഇന്ന് എന്തുമാത്രം സന്തോഷാണെന്നറിയോ? ഇന്ദുവിന്റെ പിറന്നാൾ എന്ന് പറഞ്ഞ ഉത്സവമാണ് എനിക്ക്. ഇന്ദു, ഏയ് എന്താ അങ്ങനെ നോക്കുന്നേ? നീ ഇപ്പൊ എന്താടാ പറഞ്ഞേ? ഞാൻ നിനക്ക് ബർത്ത്ഡേ വിഷസ് അല്ലേ പറഞ്ഞ ഇന്ദു? ഹാപ്പി ബർത്ത്ഡേ ടു ഇന്ദു. പിന്നെ നീ എന്താ പറഞ്ഞേ? കേരളവിന്നാണോ? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞു. ഇന്നത്തെ പോലെ എന്നും ഈ സന്തോഷം ഉണ്ടാകട്ടെ എന്നല്ലേ നീ പറഞ്ഞത്? അതെന്തു, ഇന്ദുവിന്റെ 100ാമത്തെ പിറന്നാളും ഇതുപോലെ നമ്മൾ ആഘോഷിക്കും. അതും ആരും ചെയ്യാത്ത പോലെ ഗ്രാൻഡ് ആയിട്ട്. അന്നും ഇങ്ങനെ എന്റെ വിഷസ് മാത്രമായിരിക്കും ആദ്യം ഇന്ദുവിന് കിട്ടുക. ഈ സന്തോഷം ഇതുപോലെ 100 വർഷം ഉണ്ടാകണമെങ്കിൽ ആദ്യം നിന്റെ ജീവിതത്തിലേക്കും അതേ സന്തോഷം വന്നു ചേരണം ദേവ. ഇന്ന് നീ നിന്റെ അച്ഛമ്മയ്ക്ക് വേണ്ടി കണ്ണിൽ സന്തോഷം നിറച്ചുകൂടി വന്നില്ലേ? അതേ സന്തോഷം ജീവിതകാലം മുഴുവൻ നിന്റെ കണ്ണിൽ കാണണം. നിന്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പ്രകാശം എത്തണം മോനെ. അതും ഇന്ന് തന്നെ വരികയും വേണം. ഒന്ന് പെട്ടെന്ന് നടക്ക്. എന്തിനാ നീ ഇങ്ങനെ തിരക്ക് പിടിക്കുന്ന? ഇന്നെന്താ നിന്റെ പിറന്നാൾ വല്ലോ ആണോ? ആരുടെ പിറന്നാളാണെങ്കിൽ എന്താ ഓർമ്മല്ലേ? നമുക്ക് എന്തായാലും ഗിഫ്റ്റ് കിട്ടുമല്ലോ. നമുക്ക് എന്ത് ഗിഫ്റ്റ് കിട്ടാനാണ്? ഇന്നലെ കുടിച്ചത് ഇതുവരെ ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. അത് നീ നമ്മുടെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കും. ഞാനും ഇപ്പൊ അതിനെ കുറിച്ച് തന്നെയല്ലേ പറഞ്ഞത്. ദേവന്റെ ആരാധിയുടെയും കല്യാണത്തിന്റെ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ ഓർമ്മല്ലേ? അത് കഴിഞ്ഞാ നമ്മുടെ എന്താ? അത് അല്ല, അത് കഴിഞ്ഞ് ദേവന്റെ കല്യാണം കഴിഞ്ഞ് രാജാവാകാനുള്ള യോഗ്യത പോയി നമുക്ക് ആവശ്യമുള്ളത് കയ്യിൽ കിട്ടും. അതും കൂടി ആയാ അത്രയൊന്നും കടന്ന് ചിന്തിക്കണ്ട. നീ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന ഓരോ വട്ടവും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവാറേ ഉള്ളൂ എപ്പോഴും. ഇനി എന്ത് തടസ്സം ഉണ്ടാവാനാ? അവിടെ എൻഗേജ്മെന്റിന്റെ വഴി ക്ലിയർ ആണല്ലോ. ആ വൈശാലി അല്ലെങ്കിൽ വൈദേഹി ആരായാലും നമുക്കെന്താ? വീണ്ടും ഈ പടി കടക്കരുതെന്ന് വാഞ്ചിത് പറഞ്ഞയച്ചതല്ലേ. ഇനി അവള് വരില്ല. അപ്പൊ നമ്മുടെ ലൈൻ എന്തായാലും ക്ലിയറാ. എന്നാലും നീ കുറച്ചൊന്ന് അടങ്ങിയിരിക്കും. കഷ്ടകാലം തലേക്കേറി നിരങ്ങുമ്പോ എപ്പോ എന്ത് നടക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. നീ ഇങ്ങ് വന്നേ. ചേച്ചി എന്താ ഇവിടെ? ഞാൻ എന്താ ഇവിടെ എന്നോട് ചോദിക്കുന്നു? ഞാൻ ഇവിടുത്തെ മരുമോളാ. ഞാനല്ലാതെ വേറെ ആരെവിടെ ഉണ്ടാവണ്ടേ? അടുക്കള ഞാൻ നോക്കിക്കോളാം. നീ അങ്ങോട്ട് മാറി നിക്ക്. കൗസല്യ മാഡം കോഫി എടുത്തിട്ട് വരാൻ പറഞ്ഞിരുന്നു. ഞാൻ തരാം, നിക്ക്. ചേച്ചി വന്നു അവരറിഞ്ഞ ഞാനൊന്ന് ചെന്ന് പറഞ്ഞോട്ടെ? നിക്ക്. നീ എന്തിനാ പോയി പറയാൻ നിക്കുന്നേ? കോഫി ഞാൻ കൊണ്ടു കൊടുത്തോളാം. അപ്പൊ അവര് തന്നെ കാര്യം അറിഞ്ഞോളൂ. എന്താ പറയാന്ന് എനിക്കൊന്നും അറിയണല്ലോ. നീ പോവാൻ നോക്ക്. എവിടെയൊരുന്ന് നിലവിളിച്ചിട്ട് എന്ത് കാര്യം? ഇവിടെ തന്നെ നിന്നുകൊണ്ട് എന്റെ സ്ഥാനത്തിന് വേണ്ടി ഞാൻ പോരാടും. ഈ കണ്ണീര് ഞാൻ സന്തോഷമായിട്ട് മാറ്റിയെടുക്കും. കണ്ടോ, ഇവരുടെ മുന്നിൽ ഞാൻ വൈദേഹിയാണെന്ന് തെളിയിച്ചിരിക്കും. ആരാധ്യേ, നിന്റെ ഡ്രസ്സും ആഭരണങ്ങളൊക്കെ എടുക്കല് എവിടം വരെയായി? എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് ആന്റി. യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ഇന്നത്തെ എൻഗേജ്മെന്റ് നടക്കും. ഇന്നു മുതല് ദേവന്റെ ജീവിതത്തില് നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം ഉണ്ടാവും. അതിന് ആരും തടസ്സാവില്ല. ഒന്നും ഓർത്ത് വിഷമിക്കാതിരിക്കെ. ആരാധ്യേ, ഡ്രസ്സിന്റെ കാര്യം നീ ഫോളോ ചെയ്തായിരുന്നു ആരാധ്യ? എപ്പോ വരും അത്രേ? ലഞ്ചിന് മുമ്പ് വരുമെന്നാ പറഞ്ഞ്. അതിരിക്കട്ടെ, ഇതുവരെ ഇന്ദുമ്മ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. ദേവൻ എവിടെ? ഇന്ദുമ്മയുടെ അടുത്താണോ? അതെ, അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്നാ ശരി. വൈദേഹിയെ കുറിച്ച് ചിന്തിച്ച് നിലവിളിച്ച് ഇന്ദുമ്മയുടെ പിറന്നാളാ ഇന്നെന്ന് കൂടി മറന്നു കാണുമെന്നാ ഞാൻ കരുതിയേ. അവനങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും അവന്റെ മുഖത്തെ ആ വിഷമമൊക്കെ ഇങ്ങനെ തെളിഞ്ഞു കാണും. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈദേഹി ഇല്ലാത്ത ദേവന്റെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ അവന്റെ മുഖത്ത് സന്തോഷം കണ്ടെത്താനാവും? എന്നാൽ അതിനു വേണ്ടിയല്ലേ ഈ പെടാപ്പാടൊക്കെ?
അമ്മേ, കാപ്പി എടുക്കമ്മേ. എടി, നീ എന്താ ഇവിടെ? എന്തിനാ നീ ഇങ്ങോട്ട് കയറി വന്നേ? നീ ചൂടായിട്ടൊരു കാപ്പി കുടിക്കേ. ഏയ്, നിന്റെ വേഷം കെട്ടി ഇവിടെ വേണ്ട. ഇന്നലെ ഞാൻ പറഞ്ഞതൊക്കെ അപ്പോഴേക്കും മറന്നോ? എന്തിനാ വന്നേന്ന്? അത്രയ്ക്ക് ധൈര്യമായോ നിനക്ക്? ഇത് ധൈര്യമല്ല ആരാധി, കടമയാണ്. കടമ തെറ്റിക്കാൻ പാടില്ലെന്നറിയില്ലേ? അതുകൊണ്ടാ എന്റെ ഭർത്താവിനെയും അച്ഛനെയും അമ്മയും എന്റെ വീടും ഒക്കെ നോക്കാൻ വേണ്ടി ഞാൻ വന്നത്. ഉത്തരവാദിത്വത്തോടെ കോഫി ഇട്ട് കൊണ്ടുവന്നത്. എടി, ഏത് കടമയുടെ കാര്യമാണ് നീ പറയുന്നത്? നിനക്കും ഈ വീടിന് ഒരു ബന്ധവും ഇല്ലെന്ന് എത്ര തവണയായി ഞാൻ പറയുന്നു. അതിരിക്കട്ടെ, ആരാ നിന്നെ അകത്തോട്ട് പറഞ്ഞു വിട്ടത്? എന്റെ വീട്ടിലേക്ക് ഞാൻ വരാൻ ആരോട് ചോദിക്കണം? വേറൊരാളുടെ അനുവാദത്തിന് കാത്തിരിക്കണം? മതി, നിർത്തുന്നുണ്ടോ? പറയുന്നതൊന്നും കേൾക്കാണ്ട് വീണ്ടും വീണ്ടും പഴയ പുരാണം എഴുന്നള്ളിക്ക. ഇന്നലെയല്ലേ എന്റെ മോൻ നിന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചത്? ഡേവിഡിനിപ്പോ ഒന്നും തിരിച്ചറിയാനുള്ള അവസ്ഥയിലല്ല അമ്മേ. പക്ഷെ ആ അവസ്ഥയില് ഡേവിഡിന് എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. ഡേവിഡിനെ ആ വിഷമത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് അമ്മ തന്നെയാണെന്ന് ഓർക്കണം. അവന്റെ വിഷമം ഒരിക്കലും തീരുന്നതല്ല മോളെ. പതുക്കെ അവനെ അതിൽ നിന്ന് കരകയറ്റാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോ നീ ഇങ്ങനെ വീണ്ടും വീണ്ടും കയറി വരുന്നത് അവന്റെ വിഷമം കൂട്ടുകയുള്ളൂ. അങ്കിൾ, ഇവൾ എന്തെങ്കിലും മര്യാദയ്ക്ക് പറഞ്ഞാൽ അതനുസരിച്ച് കണ്ടിട്ടുണ്ടോ? തല്ലി പുറത്താക്കിയാലും ഇവള് പോവില്ല. പിന്നെ നമ്പർ തുടരുകയാണെങ്കിൽ പോലീസിൽ വിവരം അറിയിക്കണം. ബാക്കി കാര്യം അവര് നോക്കിക്കോളും. വക്കീലിന് ആവശ്യം കുറച്ച് കുറയ്ക്കാം. ഇപ്പൊ നിങ്ങൾ പോലീസിൽ വിവരം അറിയിച്ചാ എന്നെ പുറത്തേക്ക് അയക്കുന്നത് അവിടെ നിൽക്കട്ടെ. എന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നവരെ ചിലപ്പോ അകത്താക്കി എന്നിരിക്കും. വക്കീല ഞാൻ. എന്നെ നിയമം പഠിപ്പിക്കാൻ നോക്കണ്ട. ഫോൺ ചെയ്യട്ടെടി പോലീസിന്. ചെയ്യ്. ഞാനും ആഗ്രഹിക്കുന്നത് അത് തന്നെയാ. ഇന്നലെ വരെ ഞാൻ എന്റെ ബന്ധത്തിലുള്ള വിശ്വാസത്തിലാണ് ഇങ്ങോട്ട് വന്നിരുന്നത്. ഇപ്പൊ ആ ബന്ധം സത്യമാണെന്ന് തെളിയിക്കാൻ തക്ക തെളിവായിട്ടാ വന്നിരിക്കുന്നത്. തെളിവോ? ഇനി എന്ത് തെളിവ് കൊണ്ടുവരാ? നീ ഇതുവരെ കാണിച്ച തെളിവുകളെല്ലാം എന്തിന്? ഒടുവിൽ നീ ദേവന്റെ പേര് കഴുത്തിൽ പച്ച കുത്തിയതും എല്ലാം കളവാണെന്ന് തെളിഞ്ഞില്ലേ? ഇനി എന്ത് തെളിവാണാവോ കയ്യിലുള്ളത്? എന്ത് തെളിവ് കാണിച്ചാലും നീ ഒരിക്കലും വൈദേഹിയാവാൻ പോകുന്നില്ല. ഇപ്പൊ ഉള്ള തെളിവ് അതൊന്നും പോലെയല്ല ചേച്ചി. അതൊക്കും മേലെ നിയമവും ന്യായവും എല്ലാം കൂട്ടിച്ചേർത്ത് എന്റെ സ്ഥാനം ഈ വീട്ടിൽ ഊട്ടി ഉറപ്പിക്കാനുള്ള തെളിവാ. നമ്മുടെ വക്കീല് കുഞ്ഞിന് അതിപ്പം മനസ്സിലായിക്കോളും. എന്താ തെളിവ്? എന്റെയും ജന്മദിനാശംസകൾ എന്തുമ്മേ. എന്താ ദേവേട്ട അങ്ങനെ നോക്കുന്നേ? ദേവേട്ടൻ ഇന്ദുമ്മയുടെ ജന്മദിനാശംസകൾ പറഞ്ഞിരുന്നോ? ഓ, ഏറ്റവും ആദ്യം ദേവേട്ടൻ തന്നെയാണല്ലോ പറയാറ്. അമ്മേ, അച്ഛനോടും കൂടിയാ നിങ്ങളും ജന്മദിനാശംസകൾ പറഞ്ഞേക്ക്. ഇന്നത്തെ ദിവസത്തെ സന്തോഷം നീ വന്ന് കേറിയതോടെ ഇല്ലാണ്ടായി തീർന്നില്ലേടി? അതിനുവേണ്ടിയല്ലേ നീ ഒരുമ്പെട്ട് കയറി വന്നേ? ആദ്യം ഇവിടെ ഇറങ്ങാൻ നോക്ക്. ഞാൻ നിങ്ങളുടെ ആരും അല്ലാന്ന് വിചാരിക്കുന്നത് വരെ ഞാൻ എന്ത് നല്ലത് ചെയ്താലും അതൊക്കെ ചീത്തയാണെന്നേ തോന്നുള്ളൂ. പക്ഷെ ഞാൻ ആരാണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും എന്റെ ദേവേട്ടന് മനസ്സിലായിക്കോളും. കാപ്പി കുടിക്ക് ദേവേട്ടാ.
ഇനി ഒരു ക്ഷണം നീ ഈ വീട്ടിൽ നിന്നോ നിന്നെ ഞാൻ കത്തിച്ച് ചാമ്പലാക്കും. മര്യാദയ്ക്ക് ഇറങ്ങിക്കോ. സാരല്ല ദേവേട്ട, നമ്മുടെ സ്നേഹത്തിന് വേണ്ടി ഇതിനേക്കാളും വലിയ അപമാനങ്ങളും ഞാൻ സഹിക്കും. മതി, ഒന്ന് നിർത്തുന്നുണ്ടോ? ഈ അഭിനയം നീ വല്ല സിനിമയിലും കൊണ്ട് കാണിക്ക്, വല്ല അവാർഡെങ്കിലും കിട്ടും. ഇന്നലെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ പോരെ, ഇന്നതേ പുതിയൊരു ഡ്രാമയായിട്ട് വന്നിരിക്കുന്നു. അതൊന്നും അല്ല കാര്യം. ഇന്നലെ ഉദ്ദേശിച്ച പോലെ ഒന്നും നടക്കാതായപ്പോ അവള് കിടന്ന് ബഹളം ഉണ്ടാക്കി. ഇന്നങ്ങനെയല്ല, ഭയങ്കര പ്ലാനിങ്ങോടെ ധൈര്യത്തോടെയാണല്ലോ സംസാരിക്കുന്നത്. നീ എന്തൊക്കെയോ തെളിവൊക്കെ ആയിട്ടാ വന്നതെന്ന് പറഞ്ഞിട്ട് അതിതുവരെ കാണിച്ചില്ലല്ലോ. എവിടെ? ഞങ്ങളൊന്ന് കാണട്ടെ. തെളിവും തേങ്ങാക്കൊലയും ഒന്നുമില്ല. എടീ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കേ. ഞാൻ ആരാണെന്ന് തെളിയിച്ച ശേഷം ഞാനിവിടെ നിക്കണോ വേണ്ടോ എന്നുള്ളത് അപ്പൊ തീരുമാനിച്ച പോരെ. എന്താ മോളെ അത്? ആരാധ്യേ, ഇതിലെന്താ മോളെ ഉള്ളത്? പറ ആരാധി, ഇനി ഈ വീട്ടിൽ ഞാൻ നിക്കണോ അതോ പോണോന്ന് നീ തന്നെ പറയേ. ഇതെന്താണെന്നൊന്ന് തെളിച്ചു പറ. ആന്റി, ഇത് ദേവൻ ഇവളുടെ വധശിക്ഷ റദ്ദ് ചെയ്യാൻ വേണ്ടി ഇവള് വൈദേഹിയാണെന്നുള്ളത് ജഡ്ജിയുടെ മുമ്പിൽ സമ്മതിച്ചതിനുള്ള സാക്ഷ്യപത്രമായത്. ജഡ്ജി അത് സ്വീകരിച്ചുകൊണ്ട് വധശിക്ഷ റദ്ദാക്കിയതിന്റെ ഓർഡറായത്. ഇത് വെച്ച് നോക്കുമ്പോ അവള് വൈദേഹിയാണെന്ന്, ദേവന്റെ ഭാര്യയാണെന്ന് ദേവൻ തന്നെ സമ്മതിച്ചതുപോലെയാ. ഇനിയിപ്പോ ഇത് ആർക്കും മാറ്റി പറയാനും പറ്റില്ല. ഞാനാ മണ്ടനെന്ന് വിചാരിച്ചപ്പോ ഇവൻ എന്നെക്കാളും മരം മണ്ടനാണെന്ന് തെളിയിച്ചല്ലോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കൂന്ന് കരുതി അന്നേ അത് വേണ്ടാന്ന് പറഞ്ഞതാ. ഒരു മനുഷ്യത്വം മണ്ണാങ്കട്ടെ. ഇപ്പൊ നിനക്ക് സമാധാനായല്ലോ. ഭിക്ഷ കൊടുത്ത് ജീവൻ വെച്ച് നിന്റെ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുക. എന്തിനാ മോളെ നീ ഞങ്ങളെങ്ങനെ ചതിക്കുന്നേ? എന്റെ മോൻ ദേവൻ നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെയൊക്കെ ചെയ്തേ. ദേവേട്ടൻ അങ്ങനെ ചെയ്യാതിരുന്നാലും സത്യം മനസ്സിലാവുമ്പോ നിങ്ങൾ എല്ലാവരും വിഷമിച്ചേനയച്ച. ഞാനൊരിക്കലും ഇതൊരു തെളിവായി സമർപ്പിക്കേണ്ടി വരുമെന്ന് കരുതിയിരുന്നതല്ല. പക്ഷെ എത്ര പറഞ്ഞിട്ട് നിങ്ങൾ ആരും അതൊന്നും ശ്രദ്ധിക്കുന്നു പോലുമില്ല. നിങ്ങൾക്ക് എന്നെ വിശ്വാസം വരുന്നത് വരെ എന്റെ സ്ഥാനം നഷ്ടപ്പെടുത്താതെ രക്ഷിക്കാൻ എനിക്ക് ഇതല്ലാതെ ഇപ്പൊ വേറെ ഒരു മാർഗവും ഇല്ലാത്തോണ്ടാ. എന്താടി ഇത് കാണിച്ച നിന്നെ ഈ വീട്ടിൽ താമസിപ്പിക്കുമെന്നാണോ? ഇതൊക്കെ നീ വേറെ വല്ലയിടത്തും ചെന്ന് പറഞ്ഞു. ആദ്യം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്ത് കിടക്ക്. പോടി. ഊർമിളെ, എന്നെ പിടിച്ചു നിർത്താൻ നോക്കണ്ട ആരാധ്യ.
ഇവൾ ഇതും വെച്ചോണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറുവോ അതോ കോടതി പോകുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഊർമിളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാനിപ്പോ ഒന്നും കേൾക്കുന്നില്ല. ഇവളെ ഇങ്ങനെ വിട്ടാ ഇങ്ങനെ ദിവസം ഓരോന്ന് പൊട്ടിപ്പുറപ്പെട്ടു വരും. എല്ലാവർക്കും കൊട്ടാരം വീട്ടിലെ ആസ്തിയില്ല കണ്ണ്. അങ്ങനെ വരുന്നവരെല്ലാം ഒരു പാഠം പഠിപ്പിക്കാൻ ഇവളെ ഇപ്പൊ പുറത്താക്കിയേ പറ്റൂ. ഒന്ന് നിർത്തുന്നുണ്ടോ ഊർമിളെ? ഞാനിവിടെ ഈ കേസിന്റെ കാര്യത്തിന് വേണ്ടി മാത്രം വന്ന ഒരാളല്ല. ദേവൻ സന്തോഷമായി ജീവിക്കുന്നെന്ന് ഉറപ്പ് വരുത്താനും കൂടെ വേണ്ടിയാ ഞാൻ വന്നത്. ദേവന്റെ കൂട്ടുകാരിയായിട്ട്, ഈ വീട്ടിലൊരു അംഗമായിട്ട്, നിങ്ങളുടെയൊക്കെ വെൽവിഷറായിട്ട് പറയുവോ അവള് തൽക്കാലം ഇവിടെ തന്നെ നിക്കട്ടെ. നീ എന്താ ആരാധ്യ പറയുന്നത്? ഇവിടെ നിർത്തി അവള് വൈദേഹിയാണെന്ന് അംഗീകരിക്കണമെന്നാണോ? ഞാൻ പറയുന്നത് എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവളെ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് അയച്ചാ പ്രശ്നം കൂടുതൽ ഗുരുതരാവുന്നല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. ഞാൻ പറയുന്നതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അവളിപ്പോ ഇവിടെ തന്നെ നിൽക്കട്ടെ. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത് എന്റെ കടമയാണ്. വിട്ടേക്ക് ഊർമിളെ, ആരാധ്യ പറയുന്നത് കേട്ടില്ലേ? ഞാൻ പറയുന്നത് അതുകൊണ്ടല്ല. ഊർമിളെ, നീ അതങ്ങ് വിട്ടേക്ക്. जटाटवीगलज्जल प्रवाह पावितस्थले गले वलम्ब्य लम्बिताम्बुजङ्गतुङ्गमालिकां डमड्डमड्डमड्डमन्निनादवड्डमर्वयं चकार चण्डताण्डवं तनोतु नः शिवं 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 शिवं. നിന്നോടുള്ള സഹതാപത്തിന്റെ പേരില് നിന്റെ കഴുത്തില് തൂക്കുകയർ വീഴരുതെന്നോർത്ത് ദേവൻ എഴുതി കൊടുത്ത ഈ ലെറ്റർ തന്നെ നീ അവനെതിരെ വീണ്ടും പ്രയോഗിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഒരു കാര്യം നീ എപ്പോഴും ഓർത്തോ, നീ തല കുത്തി നിന്നാ പോലും ദേവന്റെ ഭാര്യയാവാൻ നിനക്ക് കഴിയില്ല. ആ സത്യം മനസ്സിലാക്കി നീ തന്നെത്താനെ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് ഞാൻ കാണും. ഇനി ഒരിക്കൽ കൂടി ഞാൻ ഈ വീടിന്റെ പടി കടന്ന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതെന്റെ ശവം മാത്രമായിരിക്കും. ഇനി ഞാൻ ദേവേട്ടനിൽ നിന്ന് അകലുന്നത് മരണത്തിൽ മാത്രമായിരിക്കും. നിന്നെക്കാളും മുമ്പ് നിന്റെ ഈ വിശ്വാസത്തിന് ഞാനൊരു അന്ത്യം കുറിക്കുന്നുണ്ട്. ആരുടെ വിശ്വാസം തോൽക്കാൻ പോകുന്നെന്ന് നമുക്ക് കാണാം. ഹാപ്പി ബർത്ത്ഡേ ഇന്ദുക്കുട്ടി. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അതേ സന്തോഷം നിന്റെ ജീവിതത്തിലും വന്നു ചേരണം മോനെ. നിന്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ സന്തോഷം വന്നു ചേരണം. ജീവിതകാലം മുഴുവൻ ഈ സന്തോഷം ഇങ്ങനെ ഉണ്ടാകണമെന്ന് പറഞ്ഞു വായെടുത്തപ്പോഴേക്കും തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാ. ദേവം മോനെ, നീ ഇതൊന്നും കാര്യമാക്കണ്ട. ആരാധ്യ എല്ലാം നോക്കിക്കൊള്ളാന്നല്ലേ പറഞ്ഞേ. പ്രശ്നങ്ങളൊക്കെ താനെ മാറിക്കൊള്ളും. ഏത് ജന്മത്തെ പാപമാണോ ഇത്? എന്ത് സമാധാനായി കഴിഞ്ഞിരുന്നതാ. ഇപ്പൊ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ നേരമില്ല. എന്താ പറഞ്ഞേ? നീ പറഞ്ഞതൊക്കെ സത്യമാണോ? അയ്യോ അതെ ചേച്ചി, എന്നും വൈദേഹി എന്ന് പറഞ്ഞ് എപ്പോഴും കേറി വരാറുള്ളതല്ലേ. ഇന്നും കേറി വന്നു. ഇന്ദുമ്മയുടെ പിറന്നാളിന് ദേവന്റെ നിശ്ചയമൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാ. അപ്പളാ ഇവര് കേറി വന്നത്. എല്ലാം അതോടെ പൊളിഞ്ഞു.